ഇനി നമുക്ക് ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിക്ക് നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളുമെല്ലാം തിരുവിതാംകൂറിലെ അന്നത്തെ ഫ്യൂഡൽ പ്രഭുക്കളായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാർ മുഖേന നൽകണം എന്നവർ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു. കേരളവുമായി അന്ന് വ്യാപാര ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര നേതാവായിരുന്ന ഗിഫോർഡ് ഈ ആവശ്യം നിരസിച്ചു. ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140 പേരടങ്ങുന്ന സംഘം ഉമയമ്മ റാണിക്ക് സമ്മാനങ്ങളുമായി പോയി. ഇതിൽ രോഷാകുലരായ എട്ടുവീട്ടിൽ പിള്ളമാരും നാട്ടുകാരും കൂടി ഈ സംഘത്തെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഇതിനെ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നു. ആറ്റിങ്ങൽ കലാപത്തിന്റെ ഡേറ്റ് എന്നത് 1721 ഏപ്രിൽ 15 ഈ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപവും. ഈ ഒരു കലാപം കേരളക്കരയൊട്ടാകെ വലിയ പ്രശ്നമായി മാറി. ഇതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാകുന്നു: ഈ ഒരു ആക്രമണത്തിൽ കമ്പനിക്കുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും റാണി പരിഹരിക്കണം. രണ്ടാമത്തെ പോയിന്റാകുന്നു, കുരുമുളക് കച്ചവടത്തിന്റെ എല്ലാ കുത്തകാവകാശവും ഇനി മുതൽ ഇംഗ്ലീഷുകാർക്കായിരിക്കും. മൂന്നാമത്തെ പോയിന്റാകുന്നു, ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കാൻ ഇംഗ്ലീഷുകാർക്ക് അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതോട് കൂടിയിട്ട് അഞ്ചുതെങ്ങ് കോട്ട, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ റാണി, ആറ്റിങ്ങൽ കലാപം ഇതുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേണാട് ഉടമ്പടിയെ അതുമായി സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുമാണ്.